ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടത്. ഇത്രയും നാള് നമ്മൾ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. അർജന്റീന വേഴ്സസ് സ്പെയിൻ ആയിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തി സ്പെയിൻ രണ്ടാമത്തെ അവരുടെ ലോകകപ്പ് നേടുന്ന ഒരു ദിവസമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. എന്തായാലും വളരെയധികം ഗംഭീരമായ പെർഫോമൻസ് സ്പെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗംഭീര മത്സരം തന്നെയായിരുന്നു, എടുത്തു പറയേണ്ട ഒരു മത്സരം കൂടിയായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങൾ? മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്പെയിനെ തന്നെ എടുത്തു പറയണം. അവരുടെ ഒരു ഗംഭീര പ്രകടനം തന്നെയായിരുന്നു ആ ഒരു വേൾഡ് കപ്പിൽ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻസിനെ ഒരു ഡിഫീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച, അതും ഒരു ഗംഭീര ജയം തന്നെ പറയേണ്ടി വരും. ഒരിക്കലും ഒരു കള്ളത്തരത്തിലൂടെ കിട്ടിയ ഒരു ജയമോ അങ്ങനെയൊന്നുമല്ല, അവർ നേടിയ ഒരു ജയം തന്നെയായിരുന്നു. സ്പെയിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കുകയാണെങ്കിൽ ബോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും സ്പെയിനിന്റെ കാലിൽ നിന്ന് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയും ഗംഭീരമായിട്ടായിരുന്നു സ്പെയിനിന്റെ ഒരു മാച്ച് വന്നിട്ടുള്ളത്. അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ഒരു ഫ്ലോസ് വന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് അർജന്റീനയ്ക്ക് ബോൾ കിട്ടാത്തത് പോലെയും ഒരു ഷോട്ടുകൾ പോലും ഗോൾ കീപ്പറിന്റെ അടുത്തേക്ക് വരാത്ത രീതിയിലുള്ള ഒരു ഗെയിമായിരുന്നു അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരെ തോൽപ്പിച്ചിരിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് സ്പെയിൻ. മാത്രമല്ല, ഈ മത്സരത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോളുകൾ അടിച്ചൊരു ടീമായിരുന്നു അർജന്റീന. അത്രയും നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ടൂർണമെന്റിൽ കാഴ്ചവെച്ചിട്ടും ഫൈനലിൽ എത്തിയിട്ട് സ്പെയിൻ പോലെയുള്ള ഒരു ടീമിനോട് തോൽക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും അർജന്റീന ഫാൻസിന് അല്ലെങ്കിൽ അർജന്റീനയിൽ കളിക്കുന്ന ടീമേഴ്സിന് എന്ത് പറ്റി നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത്രയും നല്ല രീതിയിൽ ഈ ടൂർണമെന്റ് മുഴുവൻ കളിച്ചിട്ട് അർജന്റീന ഫൈനലിൽ എത്തിയപ്പോൾ അവർക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ഫിഫയും അതുപോലെ തന്നെ അർജന്റീനയും ഉറ്റുനോക്കേണ്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ചാമ്പ്യന്മാരാണ്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർക്ക് എവിടെയാണോ ഒരു അറ്റാക്ക് ചെയ്യുന്നതിലാണോ ഡിഫൻസിലാണോ എവിടെയാണ് പിഴച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിരിക്കില്ല. അത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാച്ചിലുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നേരെ മാച്ചിലേക്ക് പോകാം അല്ലേ? എടുത്തു പറയേണ്ടത് നമ്മുടെ എമിലിയോ മാർട്ടിനസിനെ പറയണം. അർജന്റീനൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള എമിലിയോ മാർട്ടിനസ് നല്ലൊരു പ്ലേ തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ഷോട്ടുകൾ അടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം എമിലിയോ മാർട്ടിനസിന്റെ കൈകളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയേണ്ടത് ഡിഫെൻസീവ് സൈഡ്, നല്ല രീതിക്കുള്ളൊരു ഡിഫെൻസീവ് സൈഡ് തന്നെ അർജന്റീനയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ അർജന്റീനയ്ക്ക് പാളിപ്പോയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിങ് വളരെ കുറവായിരുന്നു. സ്ട്രൈക്കിംഗ് ആയിക്കോട്ടെ അറ്റാക്കിംഗ് ആയിക്കോട്ടെ വളരെ കുറവായിരുന്നു. ഒരു അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്ലേ ആയിട്ട് തോന്നിയില്ല. ഒരിക്കലും ഒരു ഫിനാലെ മാച്ചാണ് അർജന്റീൻ പ്ലേയേഴ്സ് കളിക്കുന്നത് നമുക്ക് കാണുന്നവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സ്പെയിൻ എല്ലാം കൊണ്ടും മികച്ചതായിട്ട് നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഡിഫെൻസീവ് ആയിക്കോട്ടെ അറ്റാക്കിംഗ് ആയിക്കോട്ടെ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ എല്ലാം തന്നെ അവരുടെ ഒരു പീക്ക് ലെവലിൽ തന്നെയായിരുന്നു സ്പെയിൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. മാത്രമല്ല, അർജന്റീനയുടെ ഏറ്റവും കൂടുതൽ ഒരു പോയിന്റ് എന്ന് എടുത്തു പറയുന്നത് ഫെർണാണ്ടസ് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർ പിന്നെ 10 പേരായിട്ട് ചുരുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഫെർണാണ്ടസ് പറഞ്ഞ് എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആണ്. കഴിഞ്ഞ സെമിയിലാണെങ്കിലും അതുപോലെ തന്നെ റൗണ്ട് 16 ഏറ്റവും കൂടുതൽ അർജന്റീനയ്ക്ക് മെസ്സി കഴിഞ്ഞാൽ ഗോൾ അടിക്കുന്ന ഒരു താരമെന്ന് നമ്മൾ എടുത്തു പറഞ്ഞ ഒരാളും കൂടിയായിരുന്നു ഫെർണാണ്ടസ്. ആ ഒരു കളിക്കാരന് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ട അവസ്ഥ കുറച്ചും കൂടി അർജന്റീനയെ ഒന്നും കൂടി ഒന്ന് ശക്തിയില്ലാത്ത രീതിയിലാക്കി എന്ന് പറയണം. എവിടെയാണ് പിഴച്ചതെന്നാണ് നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ടൂർണമെന്റിൽ ഇത്രയും നന്നായി കളിച്ച ടീം ഫിനാലയിൽ എത്തിയപ്പോൾ ഒന്നുമല്ലാത്ത രീതിയിലായി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതെ, നല്ല രീതിയിൽ അവർ കളിച്ചു വന്നിരുന്ന ഒരു ടീം തന്നെയായിരുന്നു. എന്നാൽ പോലും ഫൈനലിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഒരു പഞ്ച് ഒരിക്കലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം ഫെർണാണ്ടസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് മേ ബി തോൽക്കുമെന്നൊരു സാഹചര്യം വന്നതുകൊണ്ടായിരിക്കും ഒരുപാട് ഫൗളുകൾ അർജന്റീന ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഫൗളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ അർജന്റീന സൈഡിൽ നിന്നായിരുന്നു ഒരുപാട് ഫൗളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ റെഫറി ഒന്നിനും വഴങ്ങാത്ത രീതിയിലുള്ള ഒരു റെഫറി തന്നെയായിരുന്നു ഈ ഒരു ഫൈനലിലേക്ക് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രീ കിക്കുകളും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്രീ കിക്കുകൾ മെസ്സിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഫ്രീ കിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും അടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ സ്പെയിനിന്റെ മാച്ച് നമുക്ക് എടുത്ത് തന്നെ പറയണം. ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ സമ്മാനിച്ച ഒരു മത്സരം കൂടിയാണ് സ്പെയിൻ വേഴ്സസ് അർജന്റീന ഫൈനലിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നല്ല യങ് പ്ലെയേഴ്സ് എന്ന് പറയേണ്ടി വരും. അത്രയും ഗംഭീരമായിട്ടുള്ള, അതുപോലെ ബാർസലോണ പ്ലെയേഴ്സ് ആണ് സ്പെയിനിലുള്ളത്. അപ്പൊ നമുക്കറിയാം അത്രയും ഗംഭീര ഒരു പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഒരു മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് മുഴുവൻ സ്പെയിനിന്റെ ഒരു ആധിപത്യം തന്നെയായിരുന്നു. എങ്കിലും കളിയിൽ അവർ അത്രയും നേരം അർജന്റീനയ്ക്ക് അവസരങ്ങൾ കുറവാണെന്നുണ്ടെങ്കിലും ബോൾ കൈവശം വെച്ചിരിക്കുന്നത് കുറവായിരുന്നുണ്ടെങ്കിൽ അവർ പൊരുതി. എക്സ്ട്രാ ടൈമിലാണ് നമ്മുടെ സ്പെയിൻ ഒരു ഗോൾ അടിക്കുന്നത്. 106ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് ആണ് സ്പെയിനിന് വേണ്ടി ഒരു ഒറ്റ ഗോൾ അടിച്ചുകൊണ്ട് 2010 ശേഷം സ്പെയിൻ വീണ്ടും ലോകകപ്പിന്റെ കിരീടം ചൂടുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം.
പിന്നെ പറയുകയാണെങ്കിൽ 2-3 ഗോളുകൾ വീണ്ടും അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒന്നൊരു ഫൗളായിട്ട് വരികയും പിന്നെ ആ ഗോൾ അനുവദിക്കാത്തൊരു സാഹചര്യം വന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു ഓഫ് സൈഡ് വന്ന് അങ്ങനെയാണ് സ്പെയിനിന്റെ അടുത്ത ഗോള് നഷ്ടമാവുന്നത്. അങ്ങനെ 3 ഗോളുകൾ ടോട്ടൽ എന്ന് പറയേണ്ടി വരും. പക്ഷെ അതൊന്നും ഗോളായിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് തന്നെ പറയുകയാണെങ്കിലും നമുക്ക് ഒരിക്കലും സ്പെയിനിനെ തള്ളി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു, സ്പെയിൻ തന്നെയായിരിക്കും വിജയി. അതുപോലെ തന്നെ അർജന്റീന ആരാധകർ പറയുന്നുണ്ടായിരുന്നു അവർ തന്നെയായിരിക്കും വിജയി. പക്ഷെ എന്തുകൊണ്ടും ഒരു മുൻപന്തിയിൽ സ്പെയിൻ തന്നെയായിരുന്നു. അത് അവരെന്തായാലും നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ചരിത്രം അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു റെഫറി സ്പെയിനിന്റെ മാച്ച് നിയന്ത്രിക്കുകയാണെങ്കിൽ സ്പെയിൻ ആ കളിയിൽ തോൽക്കില്ല എന്നുള്ളൊരു ചരിത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് പറയുകയാണെങ്കിലും പ്രകടനം കൊണ്ട് തന്നെയാണ് സ്പെയിൻ എത്തിയിട്ടുള്ളത്. പിന്നെ കളിയെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ സ്പെയിൻ ഒരു 20 തവണയെങ്കിലും അർജന്റീന ഡിഫൻസിനെ പ്രതിരോധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. അതിൽ 11 ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു. അതിലൊരെണ്ണാണ് ഗോളാക്കി മാറ്റിയിട്ട് അവർ ആ ഒരു വിജയം കണ്ടെത്തുന്നത്. മാത്രമല്ല ഇതിന്റെ പാസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 803 പാസുകളാണ് സ്പെയിനിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അർജന്റീനയുടെ വെറും 445 പാസുമാണ്. മാത്രമല്ല പന്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 68% ആ പന്ത് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത് സ്പെയിൻ ആയിരുന്നു. അർജന്റീനയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 32% മാത്രമായിരുന്നു അവർക്ക് പന്ത് കിട്ടിയിട്ടുള്ളത്. എങ്കിലും കുഴപ്പമില്ല, മെസ്സിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ തരത്തിലുള്ള പാസിങ്ങുകളും അടയ്ക്കുക എന്നുള്ള ഒരു കടമ സ്പെയിനിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു. അവിടെ തന്നെ അവർ പകുതിയോളം വിജയിച്ചു. നമുക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. മെസ്സിയുടെ എല്ലാ തരത്തിലുള്ള അസിസ്റ്റ് ആയാലും പാസ് ആയാലും എല്ലാം അവർ നല്ല രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം ജയിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിജയം അംഗീകരിച്ച് തന്നെ പറ്റൂ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിലനിന്നിരുന്ന ഒരു ഇതായിരുന്നു ഗോൾഡൻ ബൂട്ട് ആർക്കായിരിക്കും. ഒരുപാട് റേസ് ആണ്, ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള റേസ് നടന്ന ഒരു വർഷം കൂടിയായിരുന്നു 2026. അപ്പം ലാസ്റ്റ് വന്നിരുന്നത് കിലിയൻ എംബാപ്പയും അതുപോലെ തന്നെ മെസ്സി ആയിരുന്നു. അപ്പം മെസ്സിയെ അനായാസം തോൽപ്പിച്ചുകൊണ്ടാണ് കിലിയൻ എംബാപ്പെ ആ ഒരു വിജയം കൈവരിച്ചിട്ടുള്ളത്. 10 ഗോളുകൾക്കാണ് കിലിയൻ എംബാപ്പയ്ക്ക് ആ ഒരു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം തുടർച്ചയായി 2 വർഷങ്ങളിലും ഗോൾഡൻ ബൂട്ട് നേടുന്ന താരമായിട്ട് മാറിയിട്ടുണ്ട് എംബാപ്പെ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു താരമാണ് ലമീൻ യമാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോ കപ്പും അതേപോലെ തന്നെ വേൾഡ് കപ്പും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. ഒരു ചരിത്രം കുറിച്ച് കൊണ്ട് തന്നെയാണ് വേൾഡ് കപ്പിലേക്ക് ചുവട് വെക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടു എംബാപ്പയുടെ ഡെബ്യൂലാണ് എംബാപ്പയ്ക്ക് ഒരു ഫസ്റ്റ് വേൾഡ് കപ്പ് നേടുന്നത്. അതേപോലെ തന്നെ ചരിത്രം കുറിച്ചുകൊണ്ട് ലമീൻ യമാലിന് ഒരു ഫസ്റ്റ് വേൾഡ് കപ്പിൽ തന്നെ ഒരു ഇത് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലമീൻ യമാലിനെ കുറിച്ച് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 19 വയസ്സായിട്ടുള്ള ലമീൻ യമാലിന് മാത്രമല്ല ആളുടെ ജേഴ്സി നമ്പർ 19 ആണ്. മാത്രമല്ല മറ്റൊരു 19-ാം തീയതിയാണ് അദ്ദേഹം വേൾഡ് കപ്പ് ഉയർത്തുന്നത്. വെറും 19 വയസ്സിൽ ഒരു കോയിൻസിഡൻസ് നോക്കണം. 19 വയസ്സ്, 19-ാമത്തെ ജേഴ്സി നമ്പർ, 19-ാമത്തെ ദിവസം ആളൊരു വേൾഡ് കപ്പ് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വെരി കോയിൻസിഡൻസ് എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് ഗോൾഡൻ ഗ്ലോവ് വിജയിനെ കുറിച്ചാണ്. അപ്പം അതിനും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എമിലിയാനോ മാർട്ടിനസും അതേപോലെ ഉനൈ സൈമണും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിലങ്ങനെ ഫൈനലി ഉനൈ സൈമൺ ആണ് ആ ഒരു ഗോൾഡൻ ഗ്ലോവ് നേടിയിട്ടുള്ള താരം. ഉനൈ സൈമണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ മാച്ചിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ഫിനാലെ മാച്ചിൽ ഉനൈ സൈമണ് അങ്ങനെ ഒരു പിടിക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മെസ്സി അടിച്ച ഒരൊറ്റ ഫ്രീ കിക്ക് മാത്രമാണ് ഉനൈ സൈമണ് പിടിക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഒരു ടാർഗറ്റ് ഷോട്ടുകൾ ഇല്ലാത്ത കാരണമാണ് ഉനൈ സൈമൺ എന്തുകൊണ്ടും ഒരു വിശ്രമം അനുഭവിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ഫിനാലെ എന്ന് പറയുന്നത്. പിന്നെ പറയേണ്ടത് നമ്മുടെ ഗോൾഡൻ ബോൾ ആണ്. ഗോൾഡൻ ബോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് സ്പെയിനിന് വേണ്ടിയിട്ട് റോഡ്രിക്കാണ് നമ്മുടെ ഗോൾഡൻ ബോൾ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു താരമായിരുന്നു മെസ്സി. കാരണം ഈ ഒരു മത്സരത്തിൽ 8 ഷോട്ടുകളും അതുപോലെ തന്നെ 4 അസിസ്റ്റുകളോടും കൂടി ഒരു ടീമിനെ ഫൈനൽ വരെ എത്തിച്ച ഒരാളാണ് മെസ്സി. അപ്പോൾ മെസ്സിക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളത് സിൽവർ ബോളും സിൽവർ ബൂട്ടും ആണ്. ഇത്തവണത്തെ സിൽവർ ബൂട്ടും സിൽവർ ബോളും ലയണൽ മെസ്സിക്കാണ്. മാത്രമല്ല മെസ്സിയുടെ ആ ഒരു കഴിവും അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് ഉള്ളത് കൊണ്ടാണ് ടീം ഇന്ന് ഫൈനൽ വരെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 തവണയും ആ ഒരു ടീമിനെ ഫൈനലിൽ എത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് മെസ്സി. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം മെസ്സിക്ക് പ്രതീക്ഷിച്ചിരുന്നു ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും ഒക്കെ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. സ്പെയിനിന്റെ തകർപ്പൻ പെർഫോമൻസുകൾക്ക് മുന്നിൽ മെസ്സിയും അർജന്റീനയും ഒന്നല്ലാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത്.
അപ്പൊ അങ്ങനെ ഇത്രയും നാള് നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ ആ ഒരു മത്സരം വേൾഡ് കപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് എന്താ പറയുക, ഇത്തവണത്തെ വേൾഡ് കപ്പിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫൗളുകളും റെഡ് കാർഡുകളും ഹാൻഡ് ബോളുകളും വരെ ഉണ്ടായിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മുടെ വേൾഡ് കപ്പ് പര്യവസാനിച്ചിരിക്കുകയാണ്. ആരാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് തൂക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഫൈനലി അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്.